ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വാക്യം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. വിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ദൈവഭക്തിയിലും ദൈവഭയത്തിലും വളർത്തുന്ന ഒരു മാതാവും പിതാവും ഭവനത്തിലുണ്ടെങ്കിൽ ഏതൊരു കുഞ്ഞിനും ദൈവകൃപ തന്നോട് കൂടെ ഉണ്ടായിരിക്കുവാനും ദൈവജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിലും വളരുവാനും ആ മകനോ മകളോ വളർന്ന് വീട്ടുകാർക്കും ലോകത്തിനും ഉപകാരപ്പെടുന്ന വിധത്തിൽ ജീവിതം നയിക്കുവാനും ദൈവകൃപ എപ്പോഴും അങ്ങനെയുള്ള മക്കളുടെ കൂടെ ഉണ്ടാകും. ഈ ലോകത്തിലേക്ക് തനിക്ക് ജന്മം നൽകിയ തൻ്റെ മാതാവിൻ്റെയും തൻ്റെ വളർത്തുപിതാവിൻ്റെയും സാന്നിധ്യത്തിൽ, അവരുടെ ശിക്ഷണത്തിൽ ദൈവിക കൃപയിൽ വളരുന്ന യേശു നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ ബാല്യത്തിൽ ഇങ്ങനെ ഒരു ദൈവിക കൃപയിൽ വളരുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടവരാണ് ഇന്നത്തെ നമ്മുടെ മാതാപിതാക്കൾ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് വളരെ പരമപ്രാധാന്യം നിറഞ്ഞ ഒരു സംഗതി, ആ ഭവനത്തിലെ മാതാവിൻ്റെയും ആ ഭവനത്തിൻ്റെ കാവൽക്കാരനായ യൗസേപ്പ് പിതാവിൻ്റെയും ദൈവത്തിലുള്ള ആശ്രയവും ദൈവവുമായുള്ള സമ്പർക്കത്തിലുമാണ് ആ കുഞ്ഞേശു അവരുടെ മധ്യത്തിൽ വളരുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവിക ആശ്രയം കണ്ട് വളരേണ്ടവരാണ് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും. അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ പിടിച്ച് എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ദൈവിക പഠനത്തിനായി പള്ളിയിൽ പോകേണ്ടുന്ന ഒരു ബാല്യകാലം, എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ക്രിസ്തുവിൻ്റെ എല്ലാ പ്രധാന പെരുന്നാളുകളിലും ദേവാലയത്തിൻ്റെ തിരുനാളുകളിൽ അങ്ങനെ വിശിഷ്ട ദിവസങ്ങളിലും പള്ളിയിൽ ആരാധനയിൽ മാതാപിതാക്കളുടെ കൂടെ പങ്കെടുക്കുവാൻ ലഭിക്കുന്ന ബാല്യം കിട്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ രുചിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ വളരെ ബാല്യത്തിലെ കാണിച്ചു കൊടുക്കുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു റോൾ മോഡലായി നമ്മുടെ ഇടയിലുള്ള ഓരോ മാതാവിനും പിതാവിനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ചെയ്യുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ ദൈവിക ജ്ഞാനത്തിൽ തൻ്റെ കുഞ്ഞു വളരുന്നു എന്നും അവൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ വിധത്തിൽ വളർന്ന് തൻ്റെ ജീവിതം ദൈവിക കൃപയിൽ കരുപിടിപ്പിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ആത്മനിറവോടെ വാർദ്ധക്യത്തിലേക്ക് കടക്കുവാൻ ഇന്നത്തെ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ. ദൈവമേ, നീ വളർന്ന് ആ നസ്രയത്തിലെ ഭവനത്തിൽ വലുതായി ജ്ഞാനത്തിലും ദൈവിക കൃപയിലും വളർന്ന് ലോകത്തിന് പ്രകാശമായ പോലെ ദൈവമേ, ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളും വളർന്ന് ഈ ലോകത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ, ഈ ലോകത്തിന് പ്രകാശമാകുന്ന വിധത്തിൽ ജീവിക്കുവാൻ അവരെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്നും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.